ബ്രെഡ് വെച്ച് നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കുകയാണ് വേണ്ടത്. മിക്സിയുടെ ജാറ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ നരഞ്ഞ് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. 2 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് സെറ്റാക്കി വെക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ബ്രെഡാണ് എടുക്കുന്നത്. ബ്രെഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ദോശക്കല്ലിലേക്ക് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാണാൻ ലുക്കില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കഴിച്ചിട്ടും മതിയാവുന്നില്ലായിരുന്നു, അത്രക്കും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.